എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് കുറുവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. ഒന്ന് വായിച്ച് സഹായിക്കുന്നത് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അല്പം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അതിന് വീണ്ടും കൃപ നൽകുമാറാകട്ടെ. അപ്പൊ ചോദിച്ചത് അല്ല, നനയ്ക്കുന്നതിനുപരി കൊടുക്കും. ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തി. കാലേബിന്റെ മകളാകുന്ന അക്സ വിവാഹം കഴിഞ്ഞ് തന്റെ ഭർത്താവ് ഒത്നീയേലുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവനെ നിർബന്ധിച്ചു, അച്ചായനോട് എന്തേലും ചോദിക്കണം. കാരണം ഈ പുത്തമ്മോടിക്ക് വല്ലതും ചോദിച്ചാലേ കിട്ടുകയുള്ളു. ഇച്ചിരി പഴകിയാ പിന്നെ കിട്ടുകയല്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആയിരിക്കും. ചൂടോടാണെങ്കിൽ കിട്ടും. അങ്ങനെയുള്ള മിടുക്കി പെണ്ണുങ്ങളുണ്ട്. ചൂടോട് തന്നെ കിട്ടാവുന്നതല്ല, മേടിക്കുന്നവരുണ്ട്. അപ്പൊ യവനെ നിർബന്ധിച്ചു. എന്റെ ചിന്ത അവനെ കുറച്ചുകൂടെ മാന്യതയുള്ളവനെ, അല്ല എന്നാ ഇക്കോളിന് അതിനെ അപ്പനെയും കൂടെ നമുക്ക് കമത്തി അടിക്കാം. അവൻ ചിന്തിച്ചില്ല, അന്തസ്സുള്ളവനെ. ഈ പമ്പള വീട്ടിലെ സ്വത്ത് കണ്ട് ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഒന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതാ ഉന്നം. എല്ലാവരുടെയും കാര്യമല്ല. നിങ്ങൾ മുഖം ഒന്നും കറുപ്പിക്കണ്ട. നിങ്ങളുടെ മുഖം കറക്കുമ്പോ എനിക്ക് ഡൗട്ട് അടിക്കും. നിങ്ങളും ഉണ്ണായി വാര്യർ പറഞ്ഞതിന് അത് താനല്ലയോ ഇത്, അത് ഉന്നം വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അവനെ കുറച്ചുകൂടെ ഭാര്യമാരുടെ ചെന്ന് മേടിച്ചോണ്ട് പാടി ചെന്ന്, എന്തിനാ നീ ഇങ്ങനെ ജീവിക്കുന്നേ? ഒന്നെങ്കിൽ അധ്വാനിക്കണം, ശുശ്രൂഷയാണെങ്കിൽ പ്രാർത്ഥിച്ചും സൂക്ഷിച്ചും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. വേണ്ടേ? ഇല്ലേ? അധ്വാനിക്കണം. അവിടെ വീത വെച്ചിട്ട് കിടപ്പുണ്ട്, അതെങ്ങനെയും ഒന്ന് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നത്? നമ്മളൊരു നല്ല യോഗം കൂടാൻ വന്നത്, അത് ആരോഗ്യമായിട്ട് പിരിയണ്ട. അപ്പൊ ഇവന് വളരെ അന്തസ്സുള്ളവൻ, അവനെ അനങ്ങിയില്ല. അവള് കരുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അപ്പൊ അവള് പറഞ്ഞു, അപ്പച്ചാ എനിക്ക് ഒരു അനുഗ്രഹം കാണാം. അപ്പൊ ചോദിക്കുന്നതിലും ഇവൾ ഒന്നാ ചോദിച്ചത്. കൊടുത്തത് എന്താന്ന് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു വന്നത്. കാലേബ് കനാൻ നാട്ടിലേക്ക് കാലുകുത്തിയപ്പോൾ വ്യക്തിപരമായിട്ട് ആദ്യം അവകാശം കൊടുത്തത് കിട്ടിയത് കാലേബിനാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് കാലേബിന് അവകാശം കിട്ടാനുള്ളതിന്റെ കാരണങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ഒന്ന്, കാലേബിന് അവകാശം പ്രാരംഭത്തിൽ കിട്ടാൻ ഒന്നാമത്തെ കാരണം, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗത്തിന് വന്നവര് പറ, വരാത്തവര് പറയണ്ട. ഈ ദുർവർത്തമാനം പറഞ്ഞവരുടെ കൂട്ടത്തിൽ കാലേബ് ചേർന്നില്ല. 32 വായിച്ചോ. അപ്പോൾ ഈ 12 പേരെ ഒറ്റുനോക്കാൻ വിട്ടതിൽ 10 പേരും വന്ന് ദുർവർത്തമാനം പറഞ്ഞു. അത് നല്ല വർത്തമാനമല്ല. ഈ ദൈവത്തിനും വചനത്തിനും പ്രമാണത്തിനും നിരക്കാത്ത വർത്തമാനം പറഞ്ഞപ്പം കാലേബ് അതിനോട് കൂടിയില്ല. അത് ദൈവം നോട്ട് ചെയ്തു. സ്തോത്രം. കനാൻ നാട്ടിൽ കാലെടുത്ത് കുത്തിയപ്പോ തമ്പുരാൻ പറഞ്ഞ ആദ്യ അവകാശം ദുർവർത്തമാനം പറയാത്ത അവന് കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ നിനക്ക് ലഭിക്കേണ്ട അവകാശം നിനക്ക് തന്നെ കിട്ടും. അത് ആര് തടഞ്ഞാലും ഒതുക്കിയാലും ഒരു കുഴപ്പവും വരികയല്ല. സ്തോത്രം. വായി വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടായിട്ട് ആണെങ്കിൽ അവകാശം കിട്ടാൻ സ്തോത്രം. അപ്പൊ ഒന്ന്, ദുർവർത്തമാനം പറഞ്ഞില്ല.
രണ്ട്, ഈ കാലേബിന് നല്ല ഉറപ്പുണ്ടായിരുന്നു, ദൈവം നമ്മുടെ കൂടുണ്ട്. ദൈവം 14 അധ്യായത്തിന്റെ 9 അല്ലയോ, ഒന്ന് വായിച്ചേ. സംഖ്യ 14:9. ആ ആ ആ ആ നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട്. അപ്പൊ കാലേബിന് നല്ല ഉറപ്പുണ്ട്, എന്റെ കൂടെ ദൈവമുണ്ട്, നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതേ പറയുകയും പ്രവർത്തിക്കുകയും. അങ്ങനെയുണ്ട്. നമ്മളെല്ലാം കൂടിയിരിക്കും, പറയും 2 or 3 പേരുടെ നാമത്തിൽ. കൂടുന്ന ആൾക്കാരെയും കൂടെ ദൈവം നോക്കും. അതിരുമാന്തിയാന്നോ, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തവനാന്നോ, അടിയുണ്ടാക്കുന്നവനാന്നോ, കേസും കോടതിക്കും പോകുന്നവനാന്നോ, പ്രമാണമില്ലാത്തവനാന്നോ, നാടൻ ഭാഷയല്ല കോഴ തെറ്റിയതാന്നോ, അത് ദൈവം നോക്കും. അല്ലാതെ ആ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് 2 or 3 പേരുടെ നാമത്തിൽ അല്ലല്ല. ദൈവം കൂടെ വരണമെങ്കിൽ, ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമെങ്കിൽ, ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ദൈവ പ്രമാണത്തിൽ ഞാൻ നിങ്ങൾ നിൽക്കണം. നിങ്ങൾക്കറിയാമല്ലോ, കാളക്കുട്ടിയെ ഉണ്ടാക്കി എല്ലാവരുടെ കാളയുടെ പുറകെ നടക്കുക. ഭയങ്കര ബഹളവും ആർപ്പും ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പും. മോശ ഇറങ്ങി വന്നപ്പോ പാളയത്ത് വലിയ ബഹളം. മോശ യോശുവയോട് ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. യോശുവ പറഞ്ഞു, അച്ഛാ പ്രൈസ് ആൻഡ് വർഷിപ്പാന്ന് പറഞ്ഞു. വർഷിപ്പ് ലീഡറിനെ ഞങ്ങള് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ വർഷിപ്പ് ലീഡറാണ്. അവരാണ് അന്തരീക്ഷമല്ല, അവർ അന്തരീക്ഷം ഒരുക്കി തരും. അപ്പം ഭയങ്കര വർഷിപ്പ് നടക്കുക എന്ന് പറഞ്ഞു. മോശ ആദ്യം ഓർത്താട്ടെ, എന്നാ ഞാൻ മേലോട്ട് പോയെങ്കിലും ഇതുങ്ങളെല്ലാം ആരാധന തന്നെ ആണല്ലോ. മോശ വിവേചിച്ചപ്പോൾ മനസ്സിലായി, ഇത് വർഷിപ്പ് ഒന്നുമല്ല, എല്ലാം കെട്ടടിഞ്ഞ് നടക്കുക. മുഴുവനും കെട്ടും പൊട്ടിച്ച് കെട്ടും അഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുക. എന്നാ അഹരോൻ ഈ ജനത്തെ കെട്ടടിച്ച് വിടരുതായിരുന്നു. അവനും അതിന് കൂടെ കൂടി. മോശ അതുകൊണ്ട് അവരെ ശാസിച്ച 25-ാം വാക്യം വായിച്ചേ, 32-25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക വണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ടു. ഉണ്ടോ? അഹരോൻ അവരെ അഴിച്ചുവിട്ടു. ഈ പുസ്തകത്തിലെ വാക്യം, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട്, അത് കയറുകൊണ്ട് കൊമ്പുകളോളം ചേർത്ത് കെട്ടണം. അഹരോൻ ഇതങ്ങ് അഴിച്ചു വിട്ടു. ഇപ്പൊ പിന്നെ അടിച്ചു വിടുന്നില്ല, കെട്ടുണ്ട്, കഴുത്തേലും കെട്ടുണ്ട്, കൊമ്പേലും കെട്ടുണ്ട്, പക്ഷെ കയറിന് നല്ല നീളവാ. അതുകൊണ്ട് തിങ്കൾ മുതൽ ശനി വരെ എവിടെ വേണേലും പോയി മേയ, നല്ലതുപോലെ മേയ. ചിലയിടങ്ങളിൽ ശനിയാഴ്ച രാത്രി പാസ്റ്റർമാര് വിളിക്കും, നാളെ കാണുമല്ലോ, കയറെ പിടിച്ച് വലിക്കുക, വരണേ, വരാതിരിക്കരുതേ. കാരണം ഇതിങ്ങനെ മേഞ്ഞ് അടക്കുക. കയറിന് നല്ല, ഞാൻ വിവരിക്കുന്നില്ല, ഇത് കൊമ്പുകളോളം ചേർത്ത് കെട്ടണമെന്ന്. അഹരോൻ ഇത് അടിച്ചു വിട്ടു. അടിച്ചുവിട്ട് കാളെ കണ്ട് കാളയുടെ കൂടെ നിന്ന് തുള്ളി ബഹളം ഉണ്ടാക്കിയപ്പം ആ ഭാഗം നിങ്ങൾക്കറിയാം, വിവരിക്കണ്ട. മോശ ഇത് കണ്ടുവെച്ച് ഒരു വിധത്തിൽ പറഞ്ഞ കോപിച്ചത്, അത് ആത്മീയ കോപമാണ്. മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവനെല്ലാം എന്റെ അടുക്ക വരാൻ പറഞ്ഞു. ലേവ്യരെ വാളെടുത്ത് എന്ന് വെട്ടാൻ പറഞ്ഞു, വെട്ടി. അന്ന് 3000. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഭാഗത്ത് അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നത്, യാഗപീഠമുണ്ട്, കാളയുണ്ട്, ആളുണ്ട്, ബഹളമുണ്ട്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആളും ഓളും ബഹളവും എല്ലാം ഉണ്ട്. തമ്പുരാൻ മോശയെ വിളിച്ചേച്ച് പറഞ്ഞൊരു കാര്യം ചെയ്യേ, 3000 പോയുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, യാഗപീഠമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, നീയേ ആ കൂടാരമെടുത്ത് പാളയത്ത് കൊണ്ടടിച്ചേക്കണം. ഇവിടുന്ന് കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തങ്ങ് ദൂരെ അവിടെ കൊണ്ടടിക്കണം. ന്യായമായിട്ട് മോശയുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ എന്ന് പറഞ്ഞ കർത്താവ് എന്നാ മണ്ടത്തരമായി പറഞ്ഞ, ജനമെല്ലാം ഉണർന്നു നിൽക്കുക, തീപ്പൊരി ആരാധനയാണ്. അന്നേരം ഇതിനിടെ ഞാൻ ഇതെടുത്ത് ഊരെ കൊണ്ട്
തമ്പുരാൻ പറഞ്ഞ ആളുണ്ട്, ഓളമുണ്ട്, ബഹളമൊക്കെ ഉണ്ട്, പക്ഷെ ഞാനിവിടെ നിൽക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ കാണുകയല്ല. ആള് കൂടുന്നിടത്തല്ല ഞാൻ വരുന്നത്, പ്രമാണത്തിൽ നിൽക്കുന്നവന്റെ ഇടയിലാ ഞാൻ കാണുന്നത്. സ്തോത്രം. അവിടെ നീ ഈ കൂടാരമെടുത്ത് പാളകത്തിന് പുറത്ത് ദൂരെ കൊണ്ടടിക്കണം. എന്നിട്ട് പറഞ്ഞിട്ട് യഹോവയെ അന്വേഷിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കാണും. ദൈവത്തെ ആരാധിക്കാൻ, അത് പ്രമേണത്തിൽ നിന്ന് ആരാധിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നോണം. അങ്ങനല്ലേ ആ വാക്യം ഒന്ന് വായിച്ചേ. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിന് ദൂരത്ത് കൊണ്ടടിച്ചു. പാളയത്തിൽ ലക്ഷക്കണക്കിന് ജനം നിൽക്കുക, ലക്ഷക്കണക്കിന് ജനം പാളയത്തിൽ നിൽക്കുക. മഹാപുരോഹിതൻ ഇവിടെ നിൽക്കുന്നത്. പുരോഹിതന്റെ കുടുംബക്കാര് മൊത്തം കെഹാത്യര്, ഏതാ പെട്ടകം ചുമക്കുന്ന പുള്ളിക്കാര്, ഗർശോന്യര്, കെഹാത്യര്, മഹാപുരോഹിതൻ, പുരോഹിത വൃന്ദങ്ങൾ, ലേവിയ ഗോത്രങ്ങള്, പാളയം, അതിന്റെ കൂടാരങ്ങൾ, ക്രമീകരണം, മുഴുവൻ സാധനം ഇവിടെ നിൽക്കുക. തമ്പുരാൻ പറഞ്ഞ് ആള് കൂടുന്നിടത്തും സാധന സാമഗ്രി ഒന്നും കണ്ടു നിൽക്കുന്ന ആളല്ല ഞാൻ എന്ന് പറഞ്ഞ ബിൽഡിംഗ് കാണുമ്പം ഞാൻ അതിനകത്ത് കയറി വരുന്ന ആളല്ല. കെട്ടിടത്തിന്റെയും ലൈറ്റിന്റെയും മൈക്ക് സെറ്റിന്റെയും ഇണക്കം കണ്ടല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ പ്രമാണമുള്ളിടത്താ വരുന്നത്. നമ്മള് ദൈവം വരുന്നതൊക്കെ ചിന്തിക്കുന്ന വലിയ കെട്ടിടം, നല്ല സിസ്റ്റം, പിന്നെ നല്ല കളറ്, പിന്നെ ലൈറ്റ്, അതിന്റെ സൗണ്ട്, ആള്, ഓളം, ബഹളം. നമ്മളോർക്കുന്ന ദൈവം ഉണ്ട് കേട്ടോ, പഞ്ചായത്തിലല്ല ദൈവം. ദൈവം പറഞ്ഞേ ഞാൻ അങ്ങ് വരും, നീ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിന് ദൂരത്ത്, അടുത്തത് യഹോവയായി അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് എല്ലാം പറഞ്ഞു. ഞാനിവിടെ കാണുകയല്ല, നിങ്ങൾ വേണേ അങ്ങോട്ട് വന്നു, ഞാൻ അവിടെ കാണും. ഇവിടെ സിസ്റ്റം ഒക്കെ കാണും, സൗണ്ട് ഒക്കെ നല്ലതാ, ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ നല്ലതാ, നല്ല കസേരയൊക്കെ ഉണ്ട്, നല്ല പായുണ്ട്, ഇതെല്ലാം വേണ്ടെന്നല്ല, ഇതെല്ലാം നല്ലതാ. ബിൽഡിങ് പുട്ടി അടിച്ചിരിക്കുക, ഭിത്തിയല്ല, അതൊക്കെ നല്ലതാ. ഞാൻ കാണുക മഹാപുരോഹിതൻ ഇവിടെ നിൽപ്പോണ്ട്, സ്ഥാനച്ചിഹ്ന വേഷ വിഭൂഷിതനായിട്ട് നീളക്കുപ്പാഴോ നിലയെങ്കിൽ നടുക്കെട്ട് ഏപോതും, അതിനകത്ത് മാർപ്പതക്കോ 12 കല്ലും, തലയെക്കെട്ട് നലമുടി ഉള്ളങ്കി മേലങ്കി ഇട്ട് നല്ല പരുവത്തിന് ഇങ്ങനെ നിൽക്കുക, വടിയൊക്കെ പിടിച്ചേ. പറഞ്ഞു ഞാൻ കാണുകയല്ല, ഞാൻ അവിടെ കാണും. ദൈവത്തെ ഭരിക്കാൻ താല്പര്യമുള്ളവൻ നേരെ അങ്ങോട്ട് വന്നു. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. കാലേബിന് അവകാശം കിട്ടാൻ രണ്ടാമത്തെ കാരണം, കാലേബിന് നല്ല ഉറപ്പുണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ നിങ്ങളും ദൈവ പ്രമാണത്തിൽ നിൽക്കണം. ആള് കൂടുന്നിടത്ത് വരുന്നവനല്ല ദൈവം. ആമെ പൊസിഷൻ കണ്ടുവരുന്ന ആളല്ല ദൈവം. ആമെ നമ്മുടെ ശ്രേഷ്ഠത കണ്ടുവരുന്നവനല്ല ദൈവം. ആരൊക്കെ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കും അവിടെ വരുന്നത്. ഇന്നും എന്നും ഞാൻ നിന്നെ അവനിലും അവനിനി എന്നിലുമാ, ഇന്നും എന്നും ഞാൻ ഇനി അവനിലും അവനിനി എന്നിലുമാ, യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവനേ, തായ് മറക്ക എങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ, അമ്മേ തായ് മറക്ക എങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു
അടുത്ത വാക്യത്തിലുണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും. അപ്പൊ ദൈവം നമ്മുടെ കൂടെ കാണും. ലോകം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട്, ദൈവം കൂടെ ഇല്ലല്ലോ, തോറ്റു. എന്നാൽ ലോകത്തിൽ ആരും നമ്മുടെ കൂടില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ടോ, ജയിച്ചു. ജയമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും അവരുണ്ട് ഇവരുണ്ട് ഇവരുണ്ട്, അവരെല്ലാം അവസരം വരുമ്പോ ഓടിപ്പോകും. ദൈവം കൂടെ കണ്ട വലുത്. സ്തോത്രം. മക്കളുമൊക്കെ അവസരം വരുമ്പോ പിന്നെ ഓട് വന്ന് ഇങ്ങനെ വലിച്ചമ്മ അപ്പുറം ഒന്ന് നോക്കി വെച്ച് ചെറുക്കനങ്ങ് പോയി. കണ്ടതല്ലേ? കൂടെ ഉണ്ടെന്നും പറഞ്ഞ അവന്റെ പേരിൽ എല്ലാം എഴുതി വെച്ച. അത് മാറ്റുമൊന്നും വേണ്ട, തിരിച്ചെഴുതുമൊന്നും വേണ്ട. ഇനി ഉണർവ് കയറി ഉച്ച കഴിഞ്ഞ് അധികം ഒന്ന് തിരിച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല. എഴുതിയത് പീലാത്തോസ് പറഞ്ഞ പോലെ അതിരിക്കണ്ട. ലോകവിധാനായി പറഞ്ഞത്. ഭർത്താവ് കൂടെ താമസിച്ച 25 കൊല്ലം കൂടെ താമസിച്ച തങ്കച്ചൻ അല്ലെ പാപ്പച്ചൻ കോവിഡ് വന്ന് ശ്വാസം കിട്ടാതെ അറിയാമോ, ജനലിൽ കൂടെ 2 കൊല്ലം കാണും. ഇതാ മനുഷ്യന്റെ പ്രകൃതി. പക്ഷെ ആ സമയത്ത് നിന്റെ കൂടെ ദൈവമുണ്ട്. കർത്താവ് അതാ പറഞ്ഞ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. പ്രൈസ് ദി ലോർഡ്. സ്പർശിക്കാൻ പേടിയല്ലായിരുന്നു അല്ലേ? അതെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭർത്താവിന് ചെറിയ മൂക്കട പോര്. എന്നാ പറ്റി? സ്തോത്രം. ഇതാ മനുഷ്യര്. നിങ്ങൾ ഞാൻ എടുക്കുക എവിടാ വെക്കണ്ടേ? എഴുന്നേക്കാൻ മേലെ ആർക്കും എഴുന്നേക്കാം. എനിക്ക് വെള്ളം വേണ്ട ഇപ്പം, എന്നെ ഇപ്പം വെള്ളം കുടിപ്പിക്കണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ലോകം അങ്ങനെ അവസരം വരുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ട് മാറിപ്പോകും. പക്ഷേ ഒരിക്കലും മാറാത്ത ഒരുവനുണ്ട്, നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കുവൻ, നമ്മെ വീണ്ടെടുത്തവൻ, നമ്മുടെ രക്ഷിതാവാകുന്ന ക്രിസ്തു. അതുകൊണ്ട് ഈ ആയുസിൽ നീ യേശുവിനെ ഭജിച്ച്, യേശുവിനെ ആരാധിച്ച്, യേശു ക്രിസ്തുവിനെ ആ ജീവിതം സമർപ്പിച്ച് കർത്താവിനെ ഉണ്മയോടെ സേവിച്ചാൽ ഒരു ദോഷവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാലേബിന് ഈ കനാൻ നാട്ടിൽ അവകാശം ആദ്യം കൊടുക്കാനുള്ളതിന്റെ ഒന്നാമത്തെ ഒരു കാരണം ദുർവർത്തമാനം പറഞ്ഞവരുടെ കൂട്ടത്തിൽ കൂടിയില്ല. 2, ദൈവം കൂടെ ഉണ്ടെന്ന് നല്ല ഉറപ്പുണ്ട്. 3-ാമത്തെ കാര്യമാണ് നമ്മൾ സഭായത്തിന് ചിന്തിച്ചോ നിർത്തിയത്. എന്തുവാ? പിന്നെ ഞാൻ പറഞ്ഞതാണ്, ഞാനാ പറഞ്ഞു. ഇന്ന് ചൊവ്വ, ഇന്നലെ തിങ്കള്, അതിന്റെ തലേന്ന്. അതാ ആരാ പറഞ്ഞു? തങ്കച്ചാന. ഒരാളെങ്കിലും ഓർത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, കാലേബിന് കനാൻ നാട്ടിൽ ആദ്യം അവകാശം ലഭിക്കാനുള്ളതിന്റെ 3-ാമത്തെ ഒരു കാരണം ജനത്തെ അമർത്തി. ഈ ദുർവർത്തമാനം എല്ലാം കൂടെ വന്ന് പറഞ്ഞപ്പം അതിന്റെ കൂടെ കൂടിയില്ല, അമർത്തി. അങ്ങനല്ലേ 13-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യമായില്ലേ? ജനത്തെ അമർത്തി. കണ്ടോ? ഈ കൂടെയുള്ളവരെല്ലാം ബോധക്കേട് വിളിച്ചു പറയുക. നമുക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ അവരുടെ മുന്നിൽ വെട്ടുകിളിയെ പോലെ തോന്നി. അവര് നമ്മളെ തിന്നു കളയും. അവിടെ ഉള്ളവര് അതികായകന്മാരാ, സ്തോത്രം, ഭയങ്കര കരുത്തുള്ളവരാ. ഞങ്ങൾക്കും ചിലർക്ക് അങ്ങനെ തോന്നി. അപ്പൊ ഒരുത്തം വന്ന് പറഞ്ഞു, തെക്കേദേശത്ത് അമാലേക്യനുണ്ട് ഇല്ലേ? 13:29. അമാലേക്യന് തെക്കേദേശത്തുണ്ട്. പിന്നെ പിന്നെ മേളിലാണെങ്കിൽ ഗിത്യര്, യബൂസ്യരും, അമോര്യര്. യബൂസ്യൻ എന്ന് പറഞ്ഞാൽ കര കയറാൻ മനത്തില്ലാത്തവൻ.
ഇതെല്ലാം ഇങ്ങനെ ആവശ്യമില്ലാത്ത പറഞ്ഞപ്പം കാലേബ് ജനത്തെ അമർത്തി. വിശ്വാസവും പ്രത്യാശയില്ലാത്ത നീ മിണ്ടിപ്പോകരുത്, വന്നിരുന്നോണം. ഒരു കുഴപ്പമില്ല. ഇഷ്ടമുണ്ട് കൈ അടിക്കണം, ഇഷ്ടമുണ്ട് സ്വോത്രം പറ, വേറെ ഡയലോഗ് ഒന്നും ഇറക്കി വെച്ച് പോകരുത്. സ്തോത്രം വകുപ്പൊന്നും പറയണ്ട. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ, വചനത്തിൽ വിശ്വാസമില്ലാത്തവൻ, ദൈവം തരുന്ന ദൂതനെ വിശ്വസിക്കാത്തവൻ. സ്തോത്രം. മിണ്ടാതെ പരിചയം പോകുക. വരണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. വന്ന് കാരണം എപ്പോഴാ ഗുണപ്പെടുന്നെന്ന് ചിലപ്പം ഒരു വിഷയമല്ല. ഈ ആവശ്യമില്ലാത്തത് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അതിനോട് യോജിച്ച് പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കുകയല്ല, അമർത്തണം. ഈ ഏലിക്ക് പറ്റിയ ഒരു കുഴപ്പടി പിള്ളേരെ ശാസിച്ചമർത്തിയില്ല. അമർത്തുക മാത്രമല്ല, ശാസിച്ചമർത്തണം. മക്കളാന്നേലും കൂട്ടുവേലക്കാരാന്നേലും വിശ്വാസിയാന്നേലും കൂടെ ആരാധിക്കുന്നവനാന്നേലും ഒരു വായിലിരിക്കുന്ന വ്യക്തിയാന്നേലും അടുത്ത കസാര ഇരിക്കുന്ന വ്യക്തിയാന്നേലും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ശാസിച്ച് അമർത്തണം. ശാസിച്ചമർത്തണം. ആ ശാസിച്ചമർത്തുമ്പോൾ ഈ പ്രമാണത്തിന് നിരക്കുന്ന രീതിയിലേ ചെയ്യാവൂ. ചുമ്മാ ശാസിച്ചമർത്താൻ ചെന്ന സ്തോത്രം. ഏലി പിള്ളാരെ ശാസിച്ച് അമർത്തിയില്ല. വായിച്ചേ 3:12-13. ശമൂവേലിനെ 3-ാം പ്രാവശ്യം ദൈവം വിളിച്ചപ്പോ ശമൂവേലിന് ആദ്യം വിളിച്ചപ്പം ശമൂവേൽ ഏലിയിലൊക്കെ ചെന്നു. അയാൾ കണ്ണും കടയും കാണാതെ സീനിയറാ, പക്ഷെ കണ്ണൊന്നും കാണാൻ മേല. കണ്ണെല്ലാം മങ്ങി. വെള്ള എഴുത്താണോ ചുമല എഴുത്താണോ എന്നറിയത്തില്ല. കണ്ണ് കാണാൻ കഴിയാതെ വണ്ണം ഏലിയുടെ കണ്ണ്. അങ്ങനല്ലേ 3-1 വായിര്. യഹോവയുടെ വചനം ദുർലഭമാ, ദർശനോ ഏറെ ഇല്ല. കാൺമാൻ വഹിയാതെ വണ്ണം ആ കണ്ണിന് അല്പം പ്രയാസം. കണ്ണിന് ഈ ഏലിയുടെ കണ്ണിന് ഒരല്പം പ്രയാസമുണ്ട്. എന്നാലും കണ്ണിന് കാണാൻ മേലും ഹന്നാമ്മ ചുണ്ടനയ്ക്കത് പുള്ളി കണ്ടു. കണ്ണ് വേദപുസ്തകം വായിക്കാൻ എന്നാന്നറിയാൻ മേലെ പാട്ടുപുസ്തകം. പണ്ടൊരാള് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുള്ളത് ആവർത്തന പരിസ്ഥിതി ഒന്നുകൂടെ അങ്ങ് പറയുക. കണ്ണാടി ഉണ്ടായിരുന്നേ വായിക്കാൻ, പേപ്പർ ഉണ്ടായിരുന്നേ വായിക്കാറുണ്ട്, പേപ്പർ കൊണ്ട് കൊടുത്തു. അയ്യോ കണ്ണാടി ഉണ്ടായിരുന്നേ വായിക്കാറുണ്ട്, കണ്ണാടിയും കൊണ്ട് കൊടുത്തു. അയ്യോ അക്ഷരം അറിയായിരുന്നെങ്കിൽ എന്നാ പിന്നെ ഇത് ആദ്യം അങ്ങ് പറഞ്ഞാ പോരെ. ഈ പേപ്പർ തപ്പിക്കൊണ്ട് വരണോ, കണ്ണാടി കൊണ്ടുവരണോ? ആദ്യം പറഞ്ഞ എനിക്ക് അക്ഷരം വലിയ തിട്ടം. ഞാൻ എപ്പോഴും പറയാനുണ്ട് എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല, ശരിക്കല്ല അറിയത്തില്ല. അത് പറയുന്ന തന്നെ ഞാനത് പറയാതെ ഞാനെല്ലാം സർവജ്ഞ വീടം കയറിയിരുന്ന നിങ്ങളൊരു ഇംഗ്ലീഷ് ലെറ്റർ തരിക, പാസ് ചെയ്ത് വായിച്ചാട്ടോ, ഉണ്ട ഇടുക അല്ലാതെ ചുമ്മാ കയറുന്ന ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മുഴുവൻ. പിന്നെ ചുമ്മാ പൊട്ടത്തരവെല്ലാം വിളിച്ചു ഊവിയച്ച് ഒരു രാത്രി കൊണ്ട് ചുമ്മാ ഊളത്തരവെല്ലാം വിളിച്ച് പറഞ്ഞേച്ച്. അറിയാൻ പാടില്ലാത്ത കാര്യം അറിയത്തില്ലെന്ന് പറയണം, അറിയാവുന്ന കാര്യം അറിയാൻ അത് സന്ദർഭം എന്നാ പറയുകയും ചെയ്യണം. ഞാൻ എനിക്ക് അറിയാൻ മേലാത്ത കാര്യത്തിൽ കൈവെക്കുകയല്ല, കൊടുക്കുകയല്ല. ഞാൻ അവിടെ കടന്ന് പിന്നെ കടന്ന് കുഴയേണ്ട കാര്യം വല്ല കാര്യമുണ്ടോ? ആരിലും വന്നേക്കാ പാസ് എന്നാ ഇതൊന്ന് വായിച്ചേ. വല്ല കാര്യമുള്ള കാര്യമാണോ? ആട്ടെ ഞാൻ ഇപ്പൊ അത്ര പറയുന്നുള്ളൂ.
അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പറയണം. മൈക്ക് കൈ കിട്ടി കഴിയുമ്പം ലൈവാന്ന് ഓർക്കണം. ബോധക്കടെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞാച്ച് പറയാം, പാസ്റ്റേ ഞാൻ സംസാരിച്ച ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാൻ ഒക്കുമോ? എന്നതിന് ഞാൻ പ്രസംഗിച്ച ഞാൻ പറഞ്ഞ അത്ര ഭാഗം ഒക്കത്തില്ല. ഓക്കെ അല്ലേ? സ്തോത്രം. ഇത് ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം. ഞാൻ സഹിതം ലോകം മുഴുവൻ ചലനം. വെളിയിലുള്ളവരൊക്കെ വിളിച്ചു പറയാം, നിങ്ങളുടെ ഋഷിച്ചാനൊക്കെ പിരിയത്തിന്റെ പീലി അനങ്ങുന്നത്. ചെല്ലി പറയാൻ ഉറങ്ങുകയാണോ? ഇല്ല, ഞാൻ ധ്യാനിക്കായിരുന്നു. നല്ല ദൂരെ ഇരുന്ന് പറഞ്ഞു, ഇല്ല പാസ്റ്റേ ഉറങ്ങുകയായിരുന്നു പുള്ളി. അവര് തുടക്കം മുതലേ ഇത് കണ്ടോണ്ട് ഇരിക്കുക. ഹോട്ടലിലെ തള്ളയാന്നില്ല ഉറങ്ങി വാ വിളിച്ചാ ഉറങ്ങുക. നമ്മൾ അമ്മ എന്തിനാണ്? ഞാൻ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്തോ കാഴ്ച? എന്നാ ഉറങ്ങുകയെന്ന് സമ്മതിക്കുകയല്ല. അതെ, സ്തോത്രം. അപ്പൊ ഏലിയുടെ കണ്ണ് മങ്ങിയെങ്കിലും ഹന്ന ചുണ്ടനക്കുന്നത് കണ്ടോടെ പുള്ളി പറഞ്ഞു, വീഞ്ഞിറങ്ങട്ടെ. ഞങ്ങളറിയാതെ കയറി കൊത്തുക. സ്തോത്രം. ഏലി ഓർത്തത് ഹൈറുന്യാസ ആയിരിക്കും. ഹൈറുന്യാസ പണ്ട് നമ്മുടെ കല്ലുവാതക്കൽ ദുരന്തം നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റും. പേപ്പർ മധ്യ ദുരന്തം ഹൈറുന്യാസ. മണിച്ചനും മണിച്ചന്റെ കൂട്ട് സഹായി ആയിരുന്നു. അപ്പം ഏലി പുരോഹിതനോടത്ത് ഹൈറുന്യാസ ആയിരിക്കും. വീഞ്ഞടിച്ചു ഇറങ്ങട്ടെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, എന്റെ പൊന്ന യജമാനനെ, ഞാൻ മദ്യവും വീഞ്ഞു വന്നു, ഞാൻ മനോവസനമുള്ള സ്ത്രീയാണ്. എന്റെ വീട്ടിൽ എന്നെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുടുംബത്തിനകത്ത് എനിക്ക് നിന്നയാണ്. ഭർത്താവിന് താല്പര്യമാണ്, പക്ഷെ മക്കളില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞാൻ മനോവസനമുള്ള സ്ത്രീയാ. എന്റെ ഹൃദയവേദനയോടെ ഞാൻ വന്ന് എനിക്ക് വാക്ക് കിട്ടുന്നില്ല, ഞാൻ ഗൽഗതത്തോടിരിക്കുക. കാര്യം പറഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായത് വെട്ടിനകത്ത് ഒന്ന് പറഞ്ഞു, യഹോവാ പുള്ളി തിരിച്ചും മറിച്ച് വർത്താനം പറയും കേട്ടോ. കണ്ണ് കാണാൻ പാടില്ലേലും തിരിച്ചും മറിച്ചു. അങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത്. തിരിച്ചും മറിച്ചു. ഞങ്ങളുടെ അമ്മ പറയടാ, മുണ്ട് തിരിച്ചു കൊടുക്കുന്നവനെ വിശ്വസിക്കരുതെന്ന്. ഡബിൾ മുണ്ടേ. കാരണം ചെളിയായി, അത് കഴുകാൻ കഴിയത്തില്ല. അതിനുടനെ അത് കഴുകണ്ടേ? മുണ്ടഴുക്കായി വൈകിട്ട് കുത്തിപ്പിടിച്ചിടണം, വെളുപ്പിനെ എഴുന്നേക്കണം, തേക്കണം. ഒന്നേ ഉള്ളെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കഴിയത്തില്ല. അവനെ അത് തിരിച്ചു. എന്റെ അമ്മ പറഞ്ഞ അങ്ങനെയുള്ളവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ശിവപാസ് പറഞ്ഞു, നിങ്ങളുടെ അമ്മയും വല്യമ്മയും ഇല്ലായിരുന്നേ നിങ്ങൾ. കാരണം എന്നോട് പറഞ്ഞതാ. കാരണം ഓരോ പഴഞ്ചൊല്ലും കാര്യമൊക്കെ നിങ്ങളുടെ അമ്മയും വല്യമ്മയും ഉള്ളത് കൊണ്ട്. അല്ല, ഈ പ്രായമുള്ളവരിന്ന് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. നമ്മളെല്ലാം പുസ്തകത്തിൽ നിന്നാ പലത്, അവരനുഭവത്തിൽ നിന്നായി പറയാനായി. പ്രായമുള്ളവർ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാ ഒത്തിരി കാര്യം പറയാനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏലി ഉടനെ തിരിച്ചു പറഞ്ഞു. എന്നാൽ ഏലിയുടെ പിള്ളേര് ദൈവദൂഷണം പറഞ്ഞത് ഏലി അറിഞ്ഞു. എന്നിട്ട് ശാസിച്ചില്ലെന്നുള്ളതല്ല, ശാസിച്ചു അമർത്തിയില്ല. ശാസിച്ചു അമർത്താണ്. കാലാബ് ശാസിച്ചു, ജനത്തെ അമർത്തി. സ്തോത്രം. അത് ദൈവം നോട്ട് ചെയ്തു. ദൈവമക്കൾ ചില വിഷയത്തിൽ ദൈവദൂഷണം പറയുമ്പോൾ വചനത്തിന് നിരക്കാത്ത, പ്രമേണത്തിന് നിരക്കാത്ത കാര്യം പറയുമ്പോൾ അതിനോട് ഏലായിട്ട് കൊടുക്കുകയല്ല, ശാസിച്ചമർത്തണം. ബ്രദറെ, ഇത് സംസാരിക്കരുത്. ഞാൻ ഇരിക്കുന്നിടത്തിന് എനിക്കിങ്ങനെ തോന്നും കേൾക്കണ്ട. മേലിനി പറയണ്ടേ? പണ്ടേ പത്രം വായിക്കാൻ എന്തെങ്കിലും ചെവി അവിടെ 37,000 വോട്ടിന് ചെവി ഇവിടെ. അതാണ് അതിന്റെ മര്യാദ. ശാസിച്ചമർത്തേണ്ടത് ശാസിച്ചമർത്തണം. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശാസിക്കുക എന്ന് മാത്രമല്ല, കഠിനമായിട്ട് ശാസിച്ചെന്നാണ്.
അങ്ങനെ തന്നെ തീത്തോസിന്റെ ലേഖനം തീത്തോസിന്റെ ആ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. ആ ആ ആ കഠിനമായി ശാസിക്കണം. കണ്ടോ, പുതിയ നിയമത്തിൽ വന്നപ്പോ വെറും ശാസനയല്ല, കഠിനമായി. ആരെയായി കഠിനമായി ശാസിക്കേണ്ടത്? ആരെയാ ശാസിക്കേണ്ടത്? കാണുന്നവനെ അല്ല. ആ വായിച്ചേ 10-ാം വാക്യം മുതൽ വരെ ആരെയാ ശാസിക്കേണ്ടത്? ആ ചുമ്മാ ചപ്പളാത്തി അടിക്കുന്നവനെ, വായിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുകയല്ല, 24 മണിക്കൂർ ഇങ്ങനെ എന്ന് വൃഥാ. എന്തേലും പ്രയോജനമുണ്ടോ ഇത് പറഞ്ഞിട്ട്? എന്ത് കാശിന്? പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് അത്ര സഭ്യമല്ല, എന്നാലും അങ്ങ് പറയും. ഏതായാലും നിങ്ങൾ അല്ലേലും പറയും, അയാൾ വായി വരുന്നതെല്ലാം വിളിച്ച് പറയുന്നവനാണ്, എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. പണ്ട് പറയൂ, എന്ന് പറഞ്ഞ പോലെ ചില സംസാരിക്കുന്ന ഒരു പ്രയോജനവും ഇല്ല. വൃഥാവാചാലന്മാര് ചുമ്മാ അങ്ങ് പ്രയോജനമൊന്നുമില്ല. ഈ വൃഥാവാചാലന്മാർ, അവരെ ശാസിക്കണം കഠിനമായി. വൃഥാവാചാലന്മാര്, പിന്നെ ആ മനോവഞ്ചകന്മാര്, മനസ്സിനെ തന്നെ വഞ്ചിച്ചിരിക്കുക, പിന്നെ വേറൊരുത്തനെ വെച്ചേക്കുവോ? മനോവഞ്ചകന്മാരും ആർക്കും വഴങ്ങുകയല്ല. ഒരു കുഞ്ഞുങ്ങൾക്ക് ഒന്നേ ഭർത്താവിന് വഴങ്ങണം, ഇല്ലേ ഭാര്യയ്ക്ക് വഴങ്ങണം, ഇല്ലേ പിള്ളേര് പ്രായമായ അവർക്ക് വഴങ്ങണം, ഇല്ലേ കുടുംബത്തിൽ കാരണവന്മാരുണ്ടെങ്കിൽ അവർക്ക് വഴങ്ങണം. ഇതെല്ലാം പോട്ടെ, അയലത്തുകാർക്കെങ്കിലും ഇതൊന്നും ഒത്തില്ല. സഭയിൽ വന്ന നടത്തിപ്പുകാർക്ക് വഴങ്ങണം. ഇതൊന്നും ഒത്തില്ല. വചനത്തിന് ഭയപ്പെട്ട് വഴങ്ങണം, ഒന്നുമില്ല. സ്തോത്രം. വഴങ്ങുകയില്ല. 2 പ്രയോഗമാണ് വേറെ പുസ്തകത്തിൽ. കാറ്റിനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ? കാറ്റ് പോവാ. ഇന്ന് വരെ ആരും കാറ്റിനെ എണ്ണ പിടിക്കാൻ പറ്റുമോ? പിടിച്ച 2 തുട എണ്ണ കൈകൊണ്ട് പിടിക്കുക. ചരലാന്നെ നമുക്കൊരു പിടി എടുക്കാം. ഇതുപോലെ ചിലര് വഴങ്ങുകയല്ല, ആർക്കും വഴങ്ങത്തില്ല. അതാ ഞാൻ ഒന്നെങ്കിൽ ഭർത്താവിന് വഴങ്ങണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, ഇല്ലേ മക്കള് പ്രായമായ അവർക്കൊന്ന് വഴങ്ങിക്കോ, ഇല്ലേ പ്രായമുള്ള കാരണവന്മാര്, അപ്പനും അമ്മയും, നമ്മളെ ജനിപ്പിച്ച അപ്പനും 10 മാസം ചുമന്ന് വേദനിച്ച് അവർക്ക് വഴങ്ങണം. അതല്ലെങ്കിൽ സഭയിൽ വന്നാൽ വഴങ്ങണം, ഇല്ലേ ദൈവത്തെയും ഭയപ്പെട്ട് ഒന്നുമില്ല, വഴങ്ങുകയല്ല. അല്ല, വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ ഒന്നല്ല കേട്ടോ, പലരുണ്ടല്ലോ. വ്യാഖ്യാനിക്കുന്നില്ല, വായിച്ചു വിട്ടു. അയ്യോ, ഇവരുടെ വായി ഇങ്ങനെ എപ്പോഴും അങ്ങ് തുറന്നു വെച്ചേക്കുക, ചുമ്മാ ഇരുന്നങ്ങ് വായടക്കുകയല്ല. ഈ സംസാരിക്കാനും പഠിക്കണം, സംസാരിക്കാതിരിക്കാനും. എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പം ഒരു അധ്യാപകനുണ്ടായിരുന്നു, സ്തോത്രം, നമ്മുടെ മുണ്ടിയപ്പള്ളിയിലെ കടന്നുപോയ KK മാത്യു. ഭയങ്കര പണ്ഡിത ശിരോമണിയായിരുന്നു, അറിയാമല്ലോ. അത് എന്തോ ജ്ഞാനമാണ്, വേറെ പുസ്തകം, നന്നായിട്ട് ജ്ഞാനം, ദൈവം കൊടുത്ത ജ്ഞാനമാണ്. അപ്പം KK മാത്യു പറഞ്ഞു, എടാ പ്രസംഗിക്കാനും പഠിക്കണം, പ്രസംഗിക്കാതിരിക്കാനും. പ്രസംഗിക്കാനും പഠിക്കണം, പ്രസംഗിക്കാതിരിക്കാനും. ചില സ്ഥലത്ത് ചെയ്യുമ്പോൾ പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ പ്രസംഗിക്കണം, ചിലടത്ത് ചെയ്യുമ്പോൾ പ്രസംഗിക്കാൻ അവസരം, അപ്പൊ അങ്ങനെ ഇരിക്കണം. പിന്നെ അവിടെ കിടന്ന് മുരടുകൊന്നും ചെയ്യരുത്. പുള്ളി എന്നെ പഠിപ്പിച്ചതാ. സ്തോത്രം. സംസാരിക്കാനും പഠിക്കണം. ആരോടാ സംസാരിക്കുന്നത്? ആരോടാ ഞാൻ സംസാരിക്കുന്നത്? അപ്പനോട് സംസാരിക്കുമ്പോൾ അല്ല ചേട്ടനോട് സംസാരിക്കുന്നത്, ചേട്ടനോട് സംസാരിക്കുമ്പോൾ അല്ല അനിയനോട് അതുപോലല്ല അമ്മായിയമ്മയോട്, അതുപോലല്ല അമ്മാവിയപ്പനോട്, അതുപോലല്ല അപ്പുറത്തുകാരോട്, അതുപോലല്ല സഭാവിശ്വാസികളോട്, അതുപോലല്ല മക്കളോട്, അതുപോലല്ല ശുശ്രൂഷകരോട്, ശുശ്രൂഷകർ വിശ്വാസികളോട് എല്ലാം പഠിച്ചിരിക്കണം. അതിന് എന്റെ അമ്മ എപ്പോഴും പറയും, ഒത്തിരി കാര്യം കൂടെ പറഞ്ഞത്, എടാ
തെങ്ങിനും കമുകിനും ഒരു താളാപ്പുമായിട്ട് നടക്കരുത്. തെങ്ങിനും കമുകിനും അത് പാടില്ല. തെങ്ങിന് അല്പം കൂടെ വണ്ണമുണ്ട്, കമുകിന് അത്ര വണ്ണം. നിന്റെ ആ ഒറ്റ തളാപ്പേ ഉള്ളു. കമുക കയറി വെച്ച് തെങ്ങൽ എങ്ങനെ കയറും? ചിലതിൽ ഒറ്റ തളാപ്പേ ഉള്ളു, സകല മരത്തേലും വലിഞ്ഞു കയറുക. ഒരു തളാപ്പുമായിട്ട് ഇറങ്ങിയേക്കുക. ഏത് മരം കണ്ടാലും പുള്ളി ആടി കയറും. പകുതി എന്നുവെച്ച് പിന്നെ ഇറങ്ങാനും അറിയാൻ മേലെ ഉള്ളവരുള്ളതുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടില്ല ചാനി. അതാ സ്തോത്രം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ പലരുമുണ്ടല്ലോ. അടുത്തത് വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായടക്കേണ്ടതാകുന്നു. പുരാതായം വിചാരിച്ച് അരുതാത്തതെല്ലാം കയറി പറയും. അരുതാത്തത് ഉപദേശിച്ചും കൊണ്ട് ഇവിടെ തൊഴിലെന്നാന്നറിയാമോ? കുടുംബങ്ങളെ മറിച്ചു കളയും, ചിത്തിരിപ്പുണ്ടാകും. ഭർത്താവിനോട് എന്ന് പറയാം, ജോയിച്ചിന് ഒട്ടും പുറകോട്ട് പോകരുത്, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. ഭാര്യയോട് എന്ന് പറയാം, തങ്കമ്മ ആണ് ഇടയ്ക്ക് പുറകോട്ട് പോകരുത്, ഞങ്ങളെല്ലാം. കൊച്ചുങ്ങടൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ മക്കൾ വിചാരിച്ച ഇവര് രണ്ടുപേര് കുടുംബത്തിനകത്ത് ചിത്തിരിപ്പുണ്ടാക്കുകയല്ലേ അല്ലേ? അങ്ങനെ സഭ കലക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇവിടെ പറഞ്ഞ് അവിടെ പറഞ്ഞ്, അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ്, ഇപ്പറേ പറഞ്ഞ് അപ്പറേ പറഞ്ഞ്, ഇങ്ങനെ ഈ കാട്ടുപേരിക്ക് നടക്കുന്നത് പോലെ. ഞാനത് പറഞ്ഞ പിന്നെ നിങ്ങൾ പറയും, ഇത് കേട്ട് കേട്ട് ഞങ്ങള് ഇങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ബഹളം ഉണ്ടാക്കും. കൊച്ചിലെ എന്റെ അമ്മ എന്നാടാ ബെരുക്ക് തത്തും പോലെ തത്തുന്നേ, പഴയ ഭാഷയാ. കുടുംബങ്ങളെ മറിച്ചു കളയുക. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ എന്റെ കാര്യം കൂടെ ചേർത്താ പറയുന്നത്, വളരെ സൂക്ഷിച്ചു വേണം. എല്ലാവരും, ഒരാളല്ല എല്ലാവരും. സ്തോത്രം. കുടുംബത്തെ മറിച്ചു കളയല്ല, കുടുംബത്തെ പണിതെടുക്കണം. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ, ഒരു സഭയിൽ ചെന്നാൽ, ഒരു ദേശത്ത് ചെന്നാൽ, അവിടെ അഥവാ ഭിന്നിപ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നാം ചെന്ന് കഴിയുമ്പോൾ അത് രമ്യതപ്പെടണം. അത് ആത്മീക ശുശ്രൂഷ. അല്ലാതെ വെടിമരുന്ന് വെച്ചേച്ച് സ്തോത്രം വെടിമരുന്ന് വെക്കുകയല്ല. ഇത് കുടുംബങ്ങളെ മറിച്ചു കളയുക. അടുത്ത വാക്യമായിര്, ക്രേതർ സർവ്വതാ അസത്യവാദികൾ. അസത്യത്തിന് വേണ്ടി അങ്ങ് വാദിക്കുക. സത്യമായ കാര്യം ഒന്നും പറയത്തില്ലെന്ന്, സത്യമല്ല. പക്ഷെ സത്യമല്ലെങ്കിൽ നിന്ന് ഭാവിച്ചാൻ കണ്ടതാണ്. ഞാൻ കണ്ടില്ല, പക്ഷെ ശരിയാ, അച്ചായം കണ്ടതാണ്. പക്ഷെ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല, ചുമ്മാ നിന്നങ്ങ് വാദിക്കുക. അമ്മാമ എങ്ങനെ ഈ വിഷയം കേട്ടത്? വിശ്വസിക്കാൻ പറ്റിയ അമ്മാമ്മ കേട്ടോ? ഞാൻ കേട്ടില്ല, പക്ഷെ ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കാം. ഈ ഭൂമിയിൽ മനുഷ്യരിൽ വിശ്വസിക്കാൻ പറ്റിയ വിശ്വസ്തനായ ഒരുവന്റെ പേര് പറഞ്ഞാൽ ഇനി മുതൽ ഞാൻ നിങ്ങൾ പ്രസംഗിച്ചു. എന്റെ കർത്താവല്ലാതെ ഒരുത്തം വിശ്വസ്തനല്ല. വിശ്വസ്തനാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അമ്മയുടെ ഭാഷ പറഞ്ഞ കളസമൊക്കെ തയ്പ്പിച്ച് നടക്കാം. ഇവിടെ ഒരുത്തൻ, ഞാൻ സഹിതം ഒരുത്തൻ വിശ്വസ്തനല്ല. എന്നാൽ വിശ്വസ്തനായ ഒരുവനുണ്ട്, നമ്മുടെ കർത്താവ്. അതല്ലേ പൗലോസ് പറഞ്ഞ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നിങ്ങളെ കാക്കും. വിശ്വസിക്കാൻ പറ്റിയ ഒരുവനുണ്ട്, യേശു. അനുഗമിക്കാൻ പറ്റിയ ഒരുവനുണ്ട്, യേശു. ആരാധിക്കാൻ പറ്റിയ ഒരുവനുണ്ട്, യേശു. പിൻഗമിക്കാൻ പറ്റിയ ഒരുവനുണ്ട്, യേശു. അവൻ സേവിക്കുവാൻ പറ്റിയ ഒരുവനുണ്ട്, യേശു. സ്നേഹിക്കാൻ പറ്റിയ ഒരുവനുണ്ട്, നസറയനാകുന്ന യേശു. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നു മതിയായവൻ. ഓ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ
മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ അവനാദ്യനുമന്ത്യനുമേ ദിവ്യസ്നേഹത്തിൻ ഉറവിടമേ അവനാദ്യനുമന്ത്യനുമേ ദിവ്യസ്നേഹത്തിൻ ഉറവിടമേ ഓ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാമ സ്തുത്യനാ വന്ദ്യനാ നായക പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാമൻ സുസ്ഥിരവന്ദ്യനാ നായക എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ ഇന്നും എന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ അവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയുള്ളവരെ കഠിനമായിട്ട് ശാസിക്കണം. പൗലോസ് അങ്ങനെ പറഞ്ഞത്. ക്രേത്തർ സർവന അസത്യവാദികളും ദുഷ്ട ഈ സ്വഭാവം അതാന്നായി പറഞ്ഞത്. ദുഷ്ട ജന്തുക്കള്, ദുഷ്ടജന്തുക്കൾ ഒത്തിരി ഉണ്ട്. അങ്ങനത്തെ സ്വഭാവം, സ്തോത്രം. അങ്ങനെയുള്ള ക്രേത്തർ ആ ടൈപ്പ് ആൾക്കാരാ. ദുഷ്ടജന്തു. പിന്നെ പെരുവയറന്മാരായ മടിയന്മാർ, ഒരു ജോലിയും ചെയ്യല. ഇനി പുറത്തു പോയി ജോലി ചെയ്യണ്ട, അവനവന്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണ്ടേ? സ്തോത്രം. വേണ്ടേ? വീട്ടിലെ കാര്യമെങ്കിലും ചെയ്യണ്ടേ? ഒന്നും ചെയ്യല. ഭൂമി കുനിഞ്ഞ് കറകമ്പല്ലടിക്കും, കസേര കയറിയിരിക്കും, മോളി ചായ ഉണ്ടെങ്കിൽ ഒരു കപ്പ് കൂടെ ഒന്ന് കുടിച്ചു. ഇന്നലെ മേടിച്ച അലുവ ഉണ്ടെങ്കിൽ ഇഞ്ഞ് മുറിച്ചോണ്ട് വാ. ഷുഗർ 310. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഐസ്ക്രീം മേടിച്ചതുണ്ടെങ്കിൽ അതുകൂടെ. ഷുഗർ ഇല്ലേ, എന്തായാലും ചാകും. ഡയലോഗാ, എന്തായാലും എടാ ചാകും. നീ പഴുത്തും മുറിഞ്ഞു ഇവിടെ കിടന്നാലോ? ഇങ്ങനെ കിടക്കുക. നിൽക്കുന്നവർക്ക് അതിന്റെ ക്ഷീണം മനസ്സിലായോ? ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതിന് ഞങ്ങളുടെ വല്യമ്മച്ചി ഒരു കവിത പാടുമായിരുന്നു. അത് അത്ര നല്ലതല്ല എങ്കിലും അതിങ്ങനെ. ഞങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ഉടനെ അമ്മച്ചി അങ്ങനത്തെ വർത്താനം പറയും. നല്ല ചങ്ക് തുളയുന്ന വർത്താനം പറയും. അത് കവിതയായിട്ടും പറയും, സാഹിത്യം കൂട്ടി പറയും. അപ്പം നെല്ലുണം വേണം, നെല്ല് കുത്തിക്കാൻ പോകണം. അപ്പൊ ചിലപ്പോ ഒക്കെ ഉഴപ്പിയാൽ സമ്മതിക്കുകയല്ല. ഞാൻ നല്ലതുപോലെ ജോലി ചെയ്യും. ഇപ്പോഴാ ഞാൻ അല്പം തിരക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് നല്ലതുപോലെ. കുഞ്ഞുനാളില് 2 വീട് തന്നാൽ ദൈവം ആയുസ് ആരോഗ്യം തന്നാ പരിക്കാം. 2 അല്ല. എത്ര പേര് വീട്ടിൽ വന്നാലും അവരെ മാനേജ് ചെയ്യാനുള്ള കൃപ ദൈവം തന്നതാണ്. ജോലി ചെയ്യും. കുട്ടനാട്ടില കൊയ്ത്തിന്റെ സമയത്തൊക്കെ നന്നായിട്ട് വോളസം പാസൊക്കെ അറിയാം. നിര അടിപ്പിച്ച് കൊയ്യണം. അവര് കൊയ്ത് കയറും പോലെ നന്നായിട്ട് കൊയ്യും. കൊയ്യാൻ എനിക്കറിയാം, നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ അമ്മയുടെ കൂടെ നിൽക്കുക. അമ്മ മിടുക്കിയ, നല്ലതുപോലെ കൊയ്ത് കയറില്ല. അരിവാടെ മാടിന് തട്ടും. അമ്മയെ നന്നായിട്ട് കൊയ്യും. ഞാനും അത്ര ഇല്ലെങ്കിലും കൊയ്യും. കൊയ്തച്ച് കറ്റ കെട്ടും. കറ്റ കെട്ടുമ്പോ അമ്മ ചെയ്യുന്ന പരിപാടി എന്നാന്നറിയോ? അത് പറയാം. ആദ്യം ഒരു 10-12 കറ്റ എടുത്തോണ്ട് അമ്മ കളത്തിലോട്ട് പോകും. അവിടെ കൊണ്ടുപോയിട്ടച്ച് പിന്നെ അമ്മ ആ ഏരിയയിലോട്ട് വരികയല്ല. നമ്മൾ പിന്നെ ചടിക്കൊടിക്കടോന്ന് കറ്റ കെട്ടുക പ്രാപ്തി അനുസരിച്ച്. ലാസ്റ്റ് ഒരു 3-4 കറ്റ വരുമ്പോ അമ്മ വരും.
അപ്പൊ 10-100 കറ്റ കൊണ്ട് കളത്തിലിട്ട് ചിലപ്പോൾ ബാക്കി വരുമ്പോൾ ഒരു 4-5 കറ്റ കാണാം. അന്നേരം അമ്മ വന്നൊരു ഉടക്കുണ്ടാക്കും. ഉടക്കുണ്ടാക്കുമ്പോൾ നമ്മളും മനുഷ്യർ എന്നാന്ന് വെച്ചാൽ ചെയ്യുന്ന പറ, നീ ഇതിന്റെ പോക്കിന് പോകുന്നു പറഞ്ഞു. ഈ 5 കറ്റയായിട്ട് അമ്മ കളത്തിൽ വരും. നടന്ന കാര്യമാ. ഇപ്പൊ എന്റെ മൂത്ത പെങ്ങൾ ചോദിച്ചു നോക്കും, അവർ ചിലപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലയോ. ഞങ്ങളുടെ നാട്ടുകാരോട് ചോദിച്ചാൽ പറയുമല്ലോ. അന്നേരം ആ കറ്റയായിട്ട് കൊണ്ട് നമ്മൾ ഞങ്ങളുടെ അമ്മയോട് മിക്കവാറും മണ്ണാറ കുരിയച്ചന്റെ കളത്തില് എന്നെ കുഞ്ഞമ്മ, മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ പ്രയോജനം? നമ്മുടെ ചങ്ക് തകരുന്ന വർത്താനാ പറയുന്നത്. എന്നാലും പിറ്റേ നമ്മുടെ കൂടെ പോണം. നന്നായിട്ട് ജോലി ചെയ്യും. ആറ്റിന്നാ വെള്ളം കോരുന്നത്. ഒരു കലോ അതിന്റെ മേളിൽ കുടവും വെച്ചാ ഞാൻ വെള്ളം കോരുന്നത്. അന്നൊക്കെ ആറ്റിലെ വെള്ളമാണ് കുടിക്കുന്നത്. ഇപ്പൊ അതൊക്കത്തില്ല, മലിനമാണ്. ഇപ്പൊ ആറ്റി ഇറങ്ങി കുളിക്കാനൊക്കത്തില്ല. അന്ന് ആറ്റിലെ വെള്ളമാണ് കുട്ടനാട്ടുകാരെല്ലാരും കുടിക്കുന്നത്. സകല ആൾക്കാരും, തറവാടികളും എല്ലാം, മുഴുവൻ ആൾക്കാരും. ഇപ്പോഴല്ലേ എല്ലാം തിരിക്കുമ്പം വെള്ളവും ഞെക്കുമ്പം വെള്ളവും ഒക്കെ ചാടി വരുന്നത്. സകല എണ്ണവും ആറ്റിലെ വെള്ളമാ. അന്ന് കുടിക്കായിരുന്നു. ഇപ്പം മലിനമായി. അല്ല, ആറ്റിൽ നിന്ന് കോരണം, നന്നായിട്ട് നടക്കണം. എല്ലാം ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട്ടു ജോലിയാന്ന് പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഞാൻ വകവെച്ച് കൊടുക്കുകയല്ല. അതാ വേറൊരു വിഷയം. ഒരു കൂട്ടാനുണ്ടാക്കി ഇച്ചിരി ചോറും വെച്ചു ഭയങ്കര ജോലിയാ, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അധ്വാനിക്കണം. ഒന്നുകൂടെ വാക്യം വായിച്ച, ക്രേത്തർ സർവ്വത ക്രേത്തർ സർവ്വത അസത്യവാദികളും ദുഷ്ട ജന്തുക്കളും മടിയന്മാരായ കടിക്കുന്ന പാത്രം പോലും കഴുകുകയല്ല. അവനവന്റെ വീട്ടിൽ ചെയ്യുന്നതിന് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? നമ്മുടെ വീടല്ലേ, ഭാര്യയ്ക്കൊരു സഹായം, അല്ലെ വേണ്ടപ്പെട്ടവർക്കൊരു ചെയ്യണം. നമ്മുടെ വീടല്ലേ. ഞാൻ എപ്പോഴും പറയും, ഒരു വീട് നന്നായി പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒന്നിച്ച് യത്നിച്ചെങ്കിലേ ആ വീട് നന്നായി പോകുള്ളൂ. അങ്ങനെ വേണം എല്ലാവരും. സ്തോത്രം. ഒരു ജോലിയും ചെയ്യുകയല്ല. ഷട്ടയിൽ ഒരു പറയുന്നത്, തൂത്ത സൂസമ്മേ, എടാ വലത്തെ കൈ തൂത്താ പോരെ, നോക്കുകയല്ല. എല്ലാം ചെയ്യണം, എല്ലാം ചെയ്ത് പഠിക്കണം, ചെയ്യുകയും ചെയ്യണം. ഇവര് മടിയന്മാരാ. നന്നായിട്ട് ഈ വേറെ പുസ്തകത്തിലെ പ്രമാണം, ജോലി ചെയ്യാത്തവൻ കഴിക്കരുത്. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. അധ്വാനിക്കാത്തവൻ തിന്നരുത്, വേല ചെയ്യാത്തവൻ കഴിക്കരുത്, എവിടെയെങ്കിലും പാത്തിരുന്നോണം. ചോറിനമ്മ എനിക്ക് വേണ്ട, ഞാൻ ജോലി ചെയ്തില്ല, വേണ്ട. അങ്ങനെ പുസ്തകത്തിലെ വാക്യം അതാണ്. ഇനി ചെല്ലി പറയണ്ട, ഉപദേശിമാര് അധ്വാനിക്കണം. മണ്ണും കല്ലും ചുമക്കാൻ തടിപ്പണിക്ക് പോകണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കണം. അതാണ് നമ്മുടെ അധ്വാനം. ഫുൾ ടൈം മേലെ ചെയ്യുന്നവർ നന്നായിട്ട് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കണം. അതൊക്കുന്നില്ലെങ്കിൽ കോന്നിയിൽ തടി എടുക്കുന്നുണ്ട്. വചനത്തിലും ഉപദേശത്തിലും നന്നായിട്ട് അധ്വാനിക്കണം. ചെല്ലി പറയണ്ട, ഉപദേശിമാർക്ക് ഒരു പണിയില്ലെന്ന്. പണിയുണ്ട്, നന്നായിട്ട് അധ്വാനിക്കണം. അധ്വാനമായത് ചുമ്മാ കയറി പോലക്കേട് വിളിച്ച് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. വചനത്തിൽ തിട്ടം വേണ്ടേ? വചനത്തിൽ തിട്ടം വേണേ വചനമായിട്ടിരിക്കണ്ടേ? മറവി ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യണ്ടേ? മറവി ഇല്ലെങ്കിൽ ഓർത്തിരിക്കണ്ടേ? പാട്ട് തെറ്റിക്കാൻ പറ്റുമോ? തെറ്റിച്ചാ നിങ്ങൾ വെച്ചേക്കുവോ? നിങ്ങൾ ഉറക്കമൊന്നും പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് കൊണ്ട് കണ്ണി നോക്ക്, ഇടക്കിടക്ക് നോക്കും. അപ്പൊ തെറ്റിക്കാനൊക്കത്തില്ല. പോലക്കേട് വിളിച്ച് പറയാൻ പറ്റുമോ? പാട്ട് പഠിക്കണം, വേറെ പുസ്തകം വായിക്കണം, നോട്ട് ചെയ്യണം. ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയെന്ന് പറയാം. അല്ലെങ്കിൽ നന്നായിട്ട് ചെല്ലു പറഞ്ഞ ഉപദേശിമാര്, ഒരു ജോലി നീ അങ്ങനെ അറിഞ്ഞ് ജോലി ചെയ്യാലെന്ന് ചെയ്യണം. അത് ഉപദേശത്തിലും വചനത്തിലും നന്നായിട്ട് അധ്വാനിക്കണം. അതിന് സമയമില്ലെങ്കിൽ, അതിന് താല്പര്യമില്ലെങ്കിൽ വേറെ ജോലിക്ക് പോകണം. മെനക്കെടരുത്. വേറെ ജോലിക്ക് എന്താണ് അവിടെ എഴുതി വെച്ചേക്കുന്ന പെട്രോൾ പമ്പിൽ ആളിനെ ആവശ്യമുണ്ടത്, അടിച്ചാ പോരെ? അല്ല, ഒരാഴ്ച ആകുമ്പോൾ ഒരു പടി കണക്കറിയാൻ മേലെന്ന മൂല്യം പോയി പമ്പ് നിന്നാ പോരാ. അത് അതിന്റെ ആ ടാങ്കിനകത്തോട്ട് തന്നെ അതിന്റെ ഇത് വെക്കണം, അല്ല നിലത്തോട്ടല്ല. സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട്,
സെയിൽസ്മാന് ആവശ്യമുണ്ട്, ജോലി ചെയ്യണം. അത് ഞാൻ വേലക്കിറങ്ങിയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇരുന്ന് മുഴങ്കാലിന്ന് പ്രാർത്ഥിച്ച് വേറെ പുസ്തകം നന്നായിട്ട് വായിക്കണം. സങ്കീർത്തനം വായിക്കാൻ നേരത്തെ തെറ്റിക്കരുത്. താഴത്തെ വാക്യം മേളിൽ കയറ്റി വായിച്ച് മേളത്തെ വാക്യം താഴെ വായിച്ച് മൊത്തം തെറ്റിച്ച് പ്രാർത്ഥിക്കുന്ന തുടങ്ങാൻ അറിയാൻ മേലെ, നിർത്താൻ അറിയാൻ മേലെ, പറയാന കാര്യമല്ല. നന്നായിട്ട് അധ്വാനിക്കാം. അത് താല്പര്യമില്ല വേറെ ജോലിക്ക് പോകണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാൻ. എനിക്ക് തിരക്കും കണ്ടമാനം ഞാൻ അങ്ങനെ ഉറങ്ങത്തില്ല. എന്നാലൊരു 4 മണിക്കൂർ തിമിർത്തുറങ്ങും. ചിലപ്പോൾ 5 ആകാനും സാധ്യത ഉണ്ട്. എന്നാലും ഞാൻ രാവിലെയും വൈകിട്ടും ഒക്കെ എനിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം വേറെ ദിവസം വായിക്കും, നോട്ട് ചെയ്യും. ഇത്ര തിട്ടം പറഞ്ഞിട്ട് നിങ്ങൾ അത്ര എന്നെ ഇങ്ങനെ കടുവാ നോക്കുമ്പോഴാ നോക്കുന്നത്. സ്തോത്രം. അധ്വാനിക്കണം. സ്തോത്രം. 5 മിനിറ്റ് തരുമ്പോൾ, 10 മിനിറ്റ് തരുമ്പോൾ, അല്ലെങ്കിൽ 15 മിനിറ്റ് തരുമ്പോൾ ബോധക്കേട് വിളിച്ച് പറയരുത്. നന്നായിട്ട് അധ്വാനിക്കണം. അതിന് താല്പര്യമില്ലെങ്കിൽ പെട്രോൾ പമ്പിൽ വായ്പാടുണ്ട്. പേര് മറന്നുപോയി. സേവര പറഞ്ഞു ഒരാളെ കിട്ടിയാൽ കൊള്ളാന്ന്. അയ്യോ, ഞാൻ വേലക്കിറങ്ങിയതാ. വേലക്കിറങ്ങിയാണെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കണം. എങ്ങനെ? ഉപദേശത്തിലും വാചനത്തിലും മുഴങ്കാലിരിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിച്ച് ബലപ്പെടണം, ആത്മാക്കളെ നേടണം, സുവിശേഷം അറിയിക്കണം. അല്ല കട്ടിലടി കയറി പാത്തിരുന്ന് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച മാത്രം ആമ തല കിടക്കും പോലെ. ഞാൻ ഉപദേശമായി പറയാന്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാന്. നിങ്ങളും ചിന്തിക്കരുത് ഒരു പരമവിശുദ്ധൻ ഉച്ചയ്ക്ക് വന്ന് ഈ ആടി. അങ്ങനല്ല. എന്റെ കാര്യം 1-ാം പ്രതി ഞാനാ. പൗലോസ് പറഞ്ഞ പോലെ ആ പാപികളിൽ ഞാൻ എന്റെ കാര്യം ആദ്യം പറയാന്. നമ്മളെല്ലാവരും ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കഠിനമായി ശാസിക്കണം. എത്ര സർവ്വതാ അസത്യവാദികളും മനോവഞ്ചകന്മാരും മടിയന്മാരായ പരിപാലകന്മാരും അത്രയും അടുത്ത വാക്യം എന്ന് അവനൊരു വിദ്വാൻ. ഒരു വിദ്വാൻ വായിച്ചോ. അത് നേരും തന്നെ അടുത്ത വാക്യം. ഇവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് അങ്ങനെ യഹൂദ കഥകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കണം. ഏലിക്ക് പറ്റിയ കുഴപ്പം എന്നാന്നറിയാമോ? ഏലി പിള്ളേർ ഈ പ്രമാണം വിട്ടുള്ള കാര്യം ചെയ്തിട്ട് ഏലി അവരെ ശാസിച്ചമർത്തിയില്ല. ഏലി സോപ്പിട്ട്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ ശൗമേലിനോട് ദൂത് പറഞ്ഞു, ഏലിയുടെ കുടുംബത്തിൽ ഞാൻ ചെയ്യുവാനിക്കുന്നതിന്റെ കേൾക്കുന്നവന്റെ കാത് മുഴങ്ങും, വലിയ അനർത്ഥം വരാൻ പോകുകയാ. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ കാലം വന്നപ്പോൾ പൗരോഗത്തിൽ നിന്ന് സകലഗണത്തിനെ മാറ്റി. ഏലിയുടെ കുടുംബത്തിൽ പൗരോഗത്തിൽ നിന്ന് മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മളാലാവും വിധം വിശ്വസ്തയോടെ ചെയ്യണം. അപ്പൊ ഇത് ശാസിച്ച് അമർത്തിയില്ല, ജനത്തെ അമർത്തി. സ്തോത്രം. അടുത്തത് അപ്പൊ ഈ കാലേബിന് അവകാശം കൊടുക്കാനുള്ള 1-ാമത്തെ കാര്യം, ദുർവർത്തമാനം പറഞ്ഞവരുടെ കൂട്ടത്തിൽ കൂടിയില്ല. 2 ദൈവം കൂടെ ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം. 3 ജനത്തെ അമർത്തി. 3 ഈ കാലേബിന്റെ പ്രത്യേകത ഈ മനോബോധം ഉള്ളവനാണ്. നല്ല മനോബോധമുണ്ട്. 14-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ച യോശുവ 14:7. ഏതാ വായിക്കുന്നേ? 14:7 യോശുവ. മോശ കാദേശ് ബർന്നയിൽ നിന്ന്. അപ്പൊ മുമ്പേ വായിച്ചതോ? എന്നാലും വേറെ പുസ്തകത്തിൽ നിന്നല്ലേ വായിച്ച, കുഴപ്പമില്ല. ഇനി ശുപാർശ വാക്യം വായിച്ചേ. യഹോവയുടെ ദാസനെ മോശ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന എന്റെ മനോബോധ പ്രകാരം കണ്ടു. അപ്പോൾ മനോബോധമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. കാലേബിന് മനോബോധം വേണം.
ചില വിഷയങ്ങളെല്ലാം അതുപോലെ എഴുതിയും പറഞ്ഞും ചിലപ്പോ തന്നെന്ന് വരികയല്ല, അത് മനോബോധ പ്രകാരം പറയണം. വേണ്ടേ? മനോബോധ പ്രകാരം. ഇപ്പൊ ഒരു ഉദാഹരണം ഉടക്കുണ്ടാക്കാനല്ല, ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, അത് മനോബോധ പ്രകാരം ദൈവകൃപയെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കണം. അല്ല പറയും. ഉദാഹരണം, അച്ചായന്റെ പേരെന്തുവാ? ജോയ്ക്കുട്ടിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ മനോബോധ പ്രകാരം കൂടെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. കർത്താവ്, നമ്മൾ കണ്ടല്ലോ ജോയ്ക്കുട്ടിച്ചാനെ, കർത്താവ് കൊച്ചു യൗവനക്കാരാണെങ്കിൽ, അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ വേണേ ഇങ്ങനെ മനോബോധ വാത്സല്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം, ആയുസ്സും ആരോഗ്യം കൊടുക്കണം. എന്തേലും വിഷയത്തിൽ ഭാരത്തോടെ ഞരക്കത്തോടിരിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥന അദ്ദേഹത്തിന് വിടുതലാക്കി. ഇതൊക്കെയാ മനോബോധ പ്രകാരം. അല്ല, ഞാൻ പറയാ, ജോയ്ക്കുട്ടിച്ചാന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, ജോയ്ക്കുട്ടിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഒരു ബോധവും ഈ ചിലക്ക് പ്രാർത്ഥനാ വിഷയം കൊടുത്താലേ മനോബോധമില്ല. സംസാരിക്കാനും മനോബോധം. എന്നാൽ കാലേബ് വന്ന് മനോബോധ പ്രകാരം അവരോട് മറുപടി പറഞ്ഞു. അപ്പോൾ ചില വിഷയത്തിൽ ദൈവമക്കൾ ഞാൻ സഹിതം മനോബോധ പ്രകാരം മറുപടി പറയണം. നമ്മൾ ചില വിഷയം പറഞ്ഞാൽ പ്രശ്നമാകുന്നെങ്കിൽ വളരെ സൂക്ഷിച്ച്, ചിലരോട് സംസാരിക്കുന്ന സൂക്ഷിച്ചേ സംസാരിക്കാവൂ. ചിലക്ക് ഈ സരസമായി പറയുന്നത് ചിലക്ക് തൃപ്തിയില്ല. അവര് ചിലപ്പം തമാശ പറയും, നമ്മൾ തമാശ പറഞ്ഞാൽ അവരുടനെ അത് കാര്യമാക്കാം. അവരോട് മിണ്ടരുത്. ഇങ്ങോട്ട് തമാശ പറഞ്ഞാൽ മിണ്ടരുത്. അവർക്ക് തമാശ പറയാം, നമ്മൾ തമാശയായിട്ട് പറഞ്ഞ ഉടനെ അവരത് കാര്യമാക്കും, കലക്ക് കാടിയാക്കി കളയും. അങ്ങനെയുള്ള മിണ്ടരുത്. വളരെ അങ്ങനെയുള്ളൊരു സൂക്ഷിച്ചേ. എന്നാൽ കാലം അങ്ങനല്ല, നല്ല മനോബോധ പ്രകാരം ദൈവമക്കൾ അത്യാവശ്യമായി പഠിച്ചിരിക്കണം ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണം. പ്രായമുള്ളവരോട്, യൗവനക്കാരോട്, കുഞ്ഞുങ്ങളോട്, കർത്തൃദാസന്മാരോട്, കൂട്ടുവേലക്കാരോട്, വിശ്വാസികളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കൾ, ഇതൊക്കെ സംസാരിക്കേണ്ടത് പ്രകാരം പറയണ്ടേ. അത് നന്നായിട്ട് ശീലിക്കണം. അപ്പം കാലേബിന് അവകാശം കൊടുക്കാനുള്ളതിന്റെ കാരണമാണ് നാലാമത്തെ കാര്യം, മനോബോധമുള്ളവനാണ്. 5, യഹോവയോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. 14 യോശുവ 14:8 വായിച്ച് പൂർണ്ണമായിട്ട് പറ്റി നിന്ന. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നാൽ നിനക്ക് ഒരു കുഴപ്പവും വരികയില്ല. കുഴപ്പം വരികയെന്നുള്ളതല്ല, നിനക്ക് ദൈവം അവകാശം തരും. നീ ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും, ഓടിച്ചു നിർത്താം. ഈ കാലേബിന് അവകാശം കൊടുക്കാനുള്ള 6ാമത്തെ ചിന്ത, ആ മനുഷ്യൻ നല്ല ആരോഗ്യമുള്ളവനാണ്. നിങ്ങളാണ്ട് 14-ാം അധ്യായത്തിൽ യോശുവ 14:11 വായിച്ചേ. മോശെ എന്നെ അയച്ച നാളത്തെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാൻ എന്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും എനിക്കുണ്ടെന്ന്. ആരോഗ്യമുള്ളവനാ കാലേബ്. സ്തോത്രം. ഈ ആരോഗ്യം എന്തുവാണ് മുമ്പേ നമ്മൾ വായിച്ചല്ലോ, തീത്തോസിന്റെ ലേഖനത്തിൽ വായിച്ചല്ലോ ആരോഗ്യം എന്നതാന്ന്. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിച്ചില്ലയോ? തീത്തോസ് 1:14 ആരോഗ്യം എന്തുവാന്ന് വായിച്ചേ. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. അതാ ആരോഗ്യം. അല്ല 98 കിലോ തൂങ്ങി, ഇനി കട്ടിയില്ല ത്രാസെ വെക്കാൻ, ത്രാസു ഇളകി നിൽക്കുക, ആ ആരോഗ്യമല്ല. അത് നല്ല ആരോഗ്യമാണ്. ഇവിടെ വിശ്വാസത്തിലെ ആരോഗ്യം. അപ്പൊ കാലേബിന് ദേശത്ത് വന്നപ്പോൾ, കനാൻ നാട്ടിൽ കാലുകുത്തിയപ്പോൾ ആദ്യ അവകാശം പകുത്തു കൊടുക്കാനുള്ളതിന്റെ മനുഷ്യത്തെ 6ാമത്തെ കാര്യമാണ്, അവന് നല്ല ആരോഗ്യമുള്ളവനാണ്. ദൈവമക്കൾ, വിശ്വാസത്തിൽ ആരോഗ്യം വേണം. ശരീരത്തിൽ ചിലപ്പം ബലഹീനത വരാം, രോഗമോ ക്ഷീണമോ ക്ലേശമോ കെടുതിയോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം.
ശാരീരിക ക്ഷീണങ്ങൾ ചിലപ്പം വരാം. നമ്മൾ ഈ കഴിക്കുന്നത് കൂടുതലും വിഷമല്ലേ, വിഷമാ. പിന്നെ നമ്മൾ സ്വോത്രം പറഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങാടി കിട്ടുന്ന എല്ലാ ഒന്നും നല്ല സാധനങ്ങൾ അല്ല. അതുകൊണ്ട് ആ പുസ്തകത്തിൽ നിന്ന് ഇത് പണ്ടേ കണ്ട സ്തോത്രത്താലും പ്രാർത്ഥനയാലും എല്ലാം ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ പ്രമാണം. അന്തരീക്ഷം മുഴുവൻ വിഷമയമാണ്, മുഴുവൻ വിഷമല്ലേ. അപ്പോ ഇതിന്റെ നടുവിൽ അങ്ങനെയൊക്കെ ആകുമ്പോ എല്ലാവർക്കും ഒരേ പവർ അല്ലല്ലോ. അപ്പൊ ചിലക്ക് പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാർ കണ്ടെന്ന് വരാം. അപ്പോൾ ശാരീരിക ക്ഷീണം ചിലപ്പോൾ രോഗമോ ക്ഷീണങ്ങളോ വരാം. രോഗം വരത്തില്ലെന്നൊന്നും കയറി പറയരുത്. രോഗമുള്ളത് കൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ സകല രോഗത്തെ ഞാൻ സൗഖ്യമാക്കുമെന്ന്. അല്ലെ പിന്നെ ആ വാക്യത്തിന്റെ ആവശ്യം? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന, അപ്പൊ രോഗം വരും. യേശു സൗഖ്യവും തരും. അപ്പോ നിന്റെ അകൃത്യം ഒക്കെ മോചിക്ക് സകല അകൃത്യ നിമിത്തം രോഗം വരാം. കർത്താവ് നീ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ അതിന് ദൈവം സൗഖ്യം തരും. അതുകൊണ്ട് രോഗം മരത്തിലെന്നൊന്നും കയറി പറയരുത്. പണ്ടൊരു വിദ്വാൻ ഉണ്ടായിരുന്നു, ആത്മീയം അങ്ങ് കയറി വെച്ച് പുള്ളി, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര ആത്മീയം കയറി വെച്ച് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നയാളാ. ഭയങ്കര ആത്മീയം അങ്ങോട്ട് കയറി വെച്ച് പുള്ളി മൈക്കെടുത്തു. ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്. ആക്സിഡന്റിൽ മരിക്കുന്നത് പുള്ളി തന്നെ പറഞ്ഞത്, പുളിപ്പിറ്റ നിന്ന്. അതിന് പുള്ളി വാക്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും ഓളം ഉണ്ടാക്കി. അന്നും ഈ എന്റെ ഭാഷയാ, ഒക്കരുതാത്തത് പറഞ്ഞാൽ ഞാൻ ഓളം ഉണ്ടാക്കുകയല്ലേ, എതിർത്തൊന്നുമില്ല, ഞാൻ മൗനമായിട്ട് വിട്ടിരുന്നു. ഇപ്പോഴും ഭയത്തോടെ ഞാൻ പറയാം, ഈ പറഞ്ഞ പുള്ളി കോയമ്പത്തൂരിനും പാലക്കാടിനും ഇടയ്ക്ക് വെച്ച് ആക്സിഡന്റിൽ മരിച്ചു. നമ്മൾ ഓരോ കാര്യം സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, മറ്റുള്ളവരെ വിധിക്കരുത്. നാളെ എന്തുവാ സംഭവിക്കുന്നത് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. പുള്ളി വലിയ കൺവെൻഷൻ പ്രാസംഗന, ഭയങ്കരം കെടികെട്ടിയോനാ. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ സംഭവം അറിയാവുന്നവർക്ക് പേര് മനസ്സിലായി കാണും, പേരൊന്നും പറയണ്ട ആരും. അറിയാവുന്നവർ ഇനിയും പറയണ്ട. അദ്ദേഹം പറഞ്ഞത് ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്. അങ്ങനെ അതിന്റെ ഭയങ്കര ശാപമായി മരിച്ചു. നമ്മളവരെ വിധിക്കണ്ട. 70 വയസ്സ് വരെ ഇരിക്കുമെന്നും പുള്ളി പ്രസംഗിച്ചു. 70 വയസ്സ് വരെ. 70 പോയിട്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. എന്നാലും ഒരു കാര്യം പറയാം, കാലേബിന് നല്ല ആരോഗ്യമുണ്ട്. വിശ്വാസത്തിൽ കെടികെട്ടിയ ഒരാളുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. മരുന്നെടുക്കുന്നവർക്ക് കർത്തമേശ കൊടുക്കുകയല്ലായിരുന്നു. മരുന്നെടുക്കുന്നവർക്ക് അവസാനം ചാകുന്നതിന് മുന്നേ ഫ്രിഡ്ജിനകത്ത് മരുന്ന് വെച്ച് സഭയിലെ നേഴ്സ് തന്നെ എന്ന് കുത്തുകാരുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല. മരുന്നെടുത്തവർക്ക് കർത്തമേശ കൊടുത്തില്ല, കൊടുക്കുകയല്ലായിരുന്നു. അവസാനം കുഴപ്പടി വന്നത് ഫ്രിഡ്ജിനകത്ത് മരുന്ന് വെച്ചു. സഭയിൽ നേഴ്സുമാരുണ്ട്, ഇരുട്ടത്ത് ആരും അറിയാതെ എന്ന് അപ്പച്ചനെ. ഞാൻ വിധിച്ചതല്ല. ഇതൊക്കെ കാണുമ്പം നമ്മൾ വളരെ ഭയത്തോടെ ദൈവത്തെ സേവിച്ചോണം. അത് പറയാൻ ഞാൻ പറഞ്ഞതാണ്. സ്തോത്രം. ഞാൻ നിങ്ങൾ ഓരോ ദിവസവും ഭയത്തോടെ ജീവിക്കണം. നമ്മളെ കൊണ്ട് ഒരു കെൽപ്പുമില്ല, നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല. വല്ലതുമാകുന്നെങ്കിൽ അവിടുത്തെ കൃപയാണ്. ഞാൻ തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും ഒന്നും പ്രശംസിക്കരുത്. ആമേൻ. വല്ലതും കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ, അവിടുന്ന് അനുവദിച്ചാൽ, അവിടുന്ന് കനിഞ്ഞാൽ, അവിടുന്ന് ആമേൻ സമ്മതിക്കുകയാണെങ്കിൽ, അവിടുന്ന് ദയ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നമുക്ക് വ്യവസ്ഥയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിലെ ആരോഗ്യം. ഒന്നുകൂടെ വാക്യം വായിച്ചേ. ഇന്നും എനിക്ക് ആരോഗ്യമുണ്ടെന്ന്, പട വെട്ടാനും പടയ്ക്ക് പോകാനും വരികയും ചെയ്യുവാൻ. അന്നത്തെ വിശ്വാസത്തിൽ ആരോഗ്യമാണ്. ശരീരത്തിൽ ചിലപ്പോൾ ക്ഷീണം കാണും, പക്ഷെ വിശ്വാസത്തിൽ നല്ല ആരോഗ്യം. അത് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞ അടുത്ത വാക്യം പറ. അല്ല, അതിന് മുകളിൽ ഒരു വാക്യം പറഞ്ഞു, ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ടെന്ന്. 11-ാം വാക്യത്തിലല്ലേ? 10 മുതലൊന്ന് വായിച്ചു. യോശുവയോട് പറഞ്ഞ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് 40 ഞാൻ ഇറങ്ങി 45 കൊല്ലം മേലെ ചെയ്തു. 40, 45, 85 അടുത്തത്. അടുത്തത്
ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ട്, കണ്ടോ? ഇപ്പൊ എനിക്ക് 85 ഉണ്ട്. അത് പുള്ളി പറയാ അന്നത്തെ ആരോഗ്യം ഇന്നും എനിക്കുണ്ടെന്ന്. ഞാൻ ഇന്നാളും പറഞ്ഞു, 85-കാരൻ പറയാ അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നും ഉണ്ട്. അന്നേരം 80-കാരൻ എന്നാ പറഞ്ഞ, ഓ എനിക്ക് പാടാനും വയ്യ, പാട്ട് കേൾക്കാനും വയ്യ, എനിക്ക് ആസ്വദിക്കാനും വയ്യ വയ്യ. 85-കാരൻ പറയാ എനിക്ക് അന്നത്തെ ആരോഗ്യം ഇപ്പോഴും ഉണ്ടെന്ന്. അന്നേരം 80-കാരൻ എന്നാ പറഞ്ഞു? വായിച്ചേ, ശമൂവേലിന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 31 മുതലല്ലേ, ഒന്ന് വായിച്ചേ. ഗിലിയാദിനായ ബർസില്ലായി രൊഗേലിം എന്ന രാജാവിനെ യോർദാനക്കരെ യാത്ര ചെയ്യപ്പാൻ കടന്നു വന്നു. അടുത്ത വാക്യം. ബർസില്ലായോ 80 വയസ്സുള്ള വയോധികൻ. അടുത്തത്, രാജാവ് മകനീയ കാലത്ത് ഇവനായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളെല്ലാം രാജാവിന് കൊണ്ട് എത്തിച്ചു കൊടുത്തത്. അടുത്ത വാക്യം. കാശുകാരനായിരുന്നു. രാജാവ് ബർസില്ലായിയോട് എന്നോടുകൂടെ, ഈ ബർസില്ലായി മാനുഷികമായിട്ട് നല്ലൊരു മനുഷ്യനാ, ഇഷ്ടംപോലെ സ്വത്ത് കൊണ്ട് കൊടുക്കാൻ മനസ്സും ഉണ്ട്, കൊണ്ട് ദാവീദിന് കൊണ്ട് കൊടുത്തു. ഞാൻ ബാക്കി എടുപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം, കൊടുത്തു. അവസാനം ദാവീദ് യെരൂശലേമിന് പോകാൻ നേരത്ത് ബർസില്ലായിയെ വിളിച്ചു, വരാൻ പറഞ്ഞു. 80 വയസ്സുണ്ട്, അക്കരയ്ക്ക് പോവുക. അപ്പൊ ഈ പുള്ളി പറഞ്ഞ എന്നാ, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച്, ദാവീദ് പറയാ നിന്നെ ഞാൻ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കാം. അപ്പൊ ബർസില്ലായി എന്നാ പറഞ്ഞ? ബർസില്ലായി രാജാവിനോട് പറഞ്ഞത്, അയ്യോ ഞാൻ എന്തിനാ യെരൂശലേമിലോട്ട് വരുന്നത്, എനിക്കിപ്പം അതാ ഞാൻ ഇനി എത്ര നാള്, വിശ്വാസത്തിൽ ഓരോ ആരോഗ്യമല്ല, അതുകൊണ്ടായി പോഴത്തരമെല്ലാം വിളിച്ച് പറയുന്നേ. ഞാനിനി എത്ര നാള്, ഓ ഭാഷ ഞാൻ ഇനി അധികം നാള് കാണത്തില്ല, ഞാൻ മിക്കവാറും ഈയിടെ പോകാൻ സാധ്യത ഉണ്ട്. എവിടോട്ടാ പോകുന്നത് അതൊന്നും എനിക്കറിയത്തില്ല. ഈ പോകാൻ പോകുന്നെങ്കിൽ മിക്കവാറും അവിടെ പോകാനാ സാധ്യത. ഞാൻ ഇനി അധികം നാളൊന്നും കാണുകയല്ല. പിന്നെ എത്ര നാളിനിയും, എനിക്കിപ്പോ 80 വയസ്സായിരിക്കുന്നു. ആ പുള്ളിക്കിപ്പം വകതിരിവൊന്നുമില്ല കേട്ടോ. നല്ലതേരാ തീയതേരാന്നൊന്നും പുള്ളിക്ക് ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ സ്വാദും ഒന്നും പുള്ളിക്കില്ല. ഒരു പാട്ട് പാടിയാലും പുള്ളി സ്വാദിലല്ലല്ലോ പാടുന്നേ. പഠിച്ച പാട്ടങ്ങ് പാടി വിടുന്നല്ലാതെ ആസ്വദിച്ചോ അയവറക്കുകയോ സ്വാദിലല്ലല്ലോ പാടുന്നത്. വചനം പ്രസംഗിച്ചാലും വചനം കേട്ടാലും വായിച്ചാലും അതും ആസ്വദിക്കുന്നില്ലല്ലോ. അന്നേരം അവിടെ ഇരുന്ന് കുരുക്കി ചിന്തിക്കുക, ഇതെന്നോട് തന്നെ, പുള്ളി മനഃപൂർവ്വം എനിക്കിട്ടാ ആസ്വദിക്കുന്നില്ല, ഇത് എന്നെ ഉദ്ദേശിച്ചു തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ ഈ വിഷയം ഇവിടെ കണ്ട ഒരു കാര്യം കുരുക്ക, ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഉടനെ മുഖം ഒന്നും വല്ലാതാകും. ഉടനെ ബൈബിളിന്റെ സിപ്പ് വിട്ട് മാറ്റി വെക്കും, ക്ലോക്കെ നോക്കും. അടുത്തിരിക്കുന്ന 3 പേരെയും കൂടെ ആസ്വദിക്കുന്നില്ല. പിന്നെ സംഗീതക്കാരുടെ ഇപ്പൊ പാട്ട് പാടുന്നതും വലിയ ഇഷ്ടമല്ല. എന്തിനാ ഇതിന് വേണ്ട പാട്ട്? തുടങ്ങുമ്പോ ഒരു പാട്ട്, പിന്നെ ഇടയ്ക്ക് ഒക്കുന്നെങ്കിൽ ഒരു പാട്ട്, തീരാൻ നേരത്ത് സമയം ഉണ്ടെങ്കിൽ. വിശ്വാസത്തിലൊന്നും ആരോഗ്യമില്ലെന്ന്. സംഗീതക്കാരുടെയും സംഗീതക്കാർത്തികളുടെയും പാട്ട് അതും രസിക്കാൻ ഒക്കുന്നില്ല. പിന്നെ ഇതാ ഈ പോഴത്തരവൊക്കെ വിളിച്ചു പറഞ്ഞത്, ദാവീദിന് ഭാരമാന്ന് ബർസില്ലായി. എടാ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൊടുക്കുവാൻ ദാവീദ് മഹാരാജാവല്ലേ, യെരൂശലേമിലെ രാജാവല്ലേ. ഞാൻ എന്റെ വാക്ക് നിർത്തുക, നല്ല രാജാവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് രാജാതിരാജാവാ. ധനവും മാനവും പുരാതന സമ്പത്ത് നീതിയും അവിടുത്തെ പക്കലുണ്ട്. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും സംരക്ഷിക്കാൻ കഴിവുള്ളവനാ യേശു. കോടിക്കണക്കിന് ആൾക്കാർ വന്നാലും സംരക്ഷിക്കാനും രക്ഷിക്കാനും ചേർത്തണയ്ക്കാനും കഴിവുള്ളവനാ യേശു. യേശുവിന് നീ ഒരു ഭാരമല്ല, യേശുവിന് നീ ഒരു ഭാരമല്ല. ഇന്ന് പകൽ നീ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്ക്, ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീയും നിന്റെ കുടുംബവും ദൈവത്തിന് ഭാരമല്ല, നീ ദൈവത്തിന് ഭാരമല്ല, നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാ, നീ ദൈവത്തിന് പ്രിയമുള്ളവളാ. ഇന്ന് പകൽ പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്നെ തള്ളിക്കളയരുത്, എന്റെ യേശുവേ എന്നെ സഹായിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് അവസരം കിട്ടുമ്പോൾ ചിന്തിക്കാം. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ.